നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിസസിനെ കുറിച്ചാണ്. അതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ്, പിന്നെ ടൈപ്സ് ഓഫ് മെട്രിസസ്, ഇത്രയാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണൊരു മെട്രിക്സ് എന്ന് നോക്കാം. മെട്രിക്സ് എന്ന് പറയുന്നത് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് എ മെട്രിക്സ്, അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് അറേസ്, ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഇതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 10 നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ. ആ 10 നമ്പറിന് നമ്മൾ ഒരു വരിയിൽ എഴുതി കഴിഞ്ഞാൽ അതൊരു റോയായി. അതേസമയം ഈ 10 നമ്പേഴ്സ് പോലെ നമുക്ക് 5 സെറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫസ്റ്റ് റോ എഴുതും, സെക്കൻഡ് റോ എഴുതും, തേർഡ് റോ എഴുതും, ഫോർത്ത് റോ എഴുതും, ഫിഫ്ത്ത് റോ എഴുതും. അപ്പം അവിടെ 10 കോളംസും 5 റോസും ഫോം ആകും. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഓവറോൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 1 2 3 4 8 9 10 11 7 4 3 2 5 7 8 9. ഇതൊരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇതിൽ കോളംസും ഉണ്ട്, റോസും ഉണ്ട്. ഇത് ഒരു 4x4 മെട്രിക്സ് ആണ്. 4 റോസ് ഉണ്ട്, 4 കോളംസ് ഉണ്ട്. ഇത് റോസ്, ഇത് കോളംസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അറയാണ്. 1 to 4 എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, ഒരു അറയാണ്. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ്? കളക്ഷൻ ഓഫ് അറേസ്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എ മെട്രിക്സ് ഈസ് എ rectangular arrangement of elements or values. അല്ലെങ്കിൽ it is a collection of arrays. അല്ലെങ്കിൽ set of arrays എന്ന് പറയുമ്പോൾ അറേസ് സെറ്റായിട്ട് അടുക്കി വെക്കണം. അല്ലാതെ സ്ട്രൈറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മെട്രിക്സ് ഫോം ആകത്തില്ല. അതിനുശേഷം ഇറ്റ് ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഇതാണ് ജനറലി ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഒരു മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടൊരു മെട്രിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഡിറ്റർമിനൻറ്റ്, കോഫാക്ടർ മെട്രിക്സ്, ട്രാൻസ്പോസ്, ഇങ്ങനെയുള്ള ടേംസ്, ട്രേസ് അല്ലെങ്കിൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ്. ഡിറ്റർമിനൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ റോയും കോളവും നെഗ്ലക്റ്റ് ചെയ്യണം. ബാക്കി വരുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ്, അതായത് ഇതിപ്പോൾ ഒരു 2x2 മെട്രിക്സ് ആയി. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 7 × 2 മൈനസ് 5 × 4. അതാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ റോയും കോളവും നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. അതായത് 1 എഴുതണം. 1 × 7 × 2 മൈനസ് 5 × 4. ഇതാണ് ഫസ്റ്റ് വാല്യൂ. ഇനി തീർന്നില്ല. സെക്കൻഡ് വാല്യൂ എഴുതുമ്പോൾ മൈനസ് 4 ഇൻറ്റു ആ റോയും കോളവും നെഗ്ലക്റ്റ് ചെയ്യണം. 2 × 2 മൈനസ് 9 × 4. 2 × 2 മൈനസ് 9 × 4.
ഇനി അടുത്തത് പ്ലസ് ആണ്. ഈ രണ്ടും മറിച്ച് നെഗ്ലക്റ്റ് ചെയ്യണം. 2 × 5 മൈനസ് 9 × 7. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 14 മൈനസ് 20 മൈനസ് 4 × 4 മൈനസ് 36 പ്ലസ് 3 × 10 മൈനസ് 9 × 7 63. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സോർട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും -6 മൈനസ് 4 × മൈനസ് 32 പ്ലസ് 3 × മൈനസ് 53, അതായത് -6 പ്ലസ് 812 മൈനസ് 9 15, അതായത് 159 മൈനസ് 159 മൈനസ് 6 165 മൈനസ് 128. നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് -37. അപ്പോൾ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വാല്യൂ കാൽക്കുലേഷൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ -37 ആണ് ഇവിടെ കിട്ടുന്ന വാല്യൂ. ഇതിൻ്റെ മെത്തേഡ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് ആയിട്ടുള്ള എക്സാംസിലാണെങ്കിൽ അത് എൻ്റർ ചെയ്തതിന് ശേഷം ഡിറ്റർമിനൻ്റ് എടുത്താലും ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ കിട്ടും. ഇനി അടുത്ത ഇതാണ് ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ 3/3 മെട്രിക്സ്. ഇത് തന്നെ 2/2 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത്? 2 എലമെൻറ്റ്സ് ഇൻറ്റു മൈനസ് സെക്കൻഡ് എലമെൻറ്റ് 2 × 7 × 2 മൈനസ് 5 × 4, അതായത് 14 മൈനസ് 20 മൈനസ് 6 ആണ് ഇവിടുത്തെ ഡിറ്റർമിനൻ്റ് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വരിക. അതുപോലെ തന്നെയാണ് 3/3 മെട്രിക്സിൻ്റെ എടുക്കുന്നത്. ഇനി അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, A' അല്ലെങ്കിൽ AT. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം. അതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. 1 2 9 4 7 5 3 4 2. ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് AIJ എന്ന് പറയുന്നത് AJI ആയിട്ട് മാറും. AIJ എന്ന് പറയുന്നത് AJI ആവും. അപ്പോൾ A11 എന്ന് പറയുന്നത് അവിടെ തന്നെ വരും. A21 എന്ന് പറയുന്നത് A12 എന്ന് പറയുന്നത് A21 ആയിട്ട് മാറും. A12 എന്ന് പറയുന്നത് A21 ആയിട്ട് മാറും. A13 എന്ന് പറയുന്നത് A31 ആയിട്ട് മാറും. ഇത് ഓരോ എലമെൻസിനും വാല്യൂ ഉണ്ട്. ഇത് A11, A12, A13, A21, 22, 23, A31, 32, A33. ഇത്രയാണ് വാല്യൂസ്. അപ്പോൾ ഇവിടെ A32 എന്ന് പറയുന്നത് 23 ആയിട്ട് മാറും. 2 3 5. അപ്പോൾ റോസ് ആൻഡ് കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അടുത്തത് ഇനിയുള്ളത് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മൈനർ എന്ന് പറയുന്നത്. ഒരു മെട്രിക്സിൻ്റെ മൈനർ അല്ല, ഒരു വാല്യൂവിൻ്റെ മൈനർ. ഇപ്പോൾ മൈനർ ഓഫ് A11 എന്ന് പറയുന്നത് ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നതാണ്. ഇപ്പോൾ മൈനർ ഓഫ് A22 എന്ന് പറഞ്ഞാൽ ആ റോയും കോളവും നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ 1 × 2 മൈനസ് 9 × 3 എടുക്കുന്നതാണ് അതിൻ്റെ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ മൈനർ ഓഫ് A23 എന്ന് പറയുന്നത് A23 എന്ന് പറയുമ്പോൾ 4, അതിൻ്റെ മൈനർ എന്ന് പറയുന്നത് 1 × 5 മൈനസ് 9 × 4. 1 × 5
മൈനസ് 9 ഇൻറ്റു 4. അപ്പോൾ ഇതാണ് A23യുടെ മൈനർ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോഫാക്ടർ മെട്രിക്സ് എന്ന് നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ കോഫാക്ടർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് അത് വരുന്നത് ഇങ്ങനെയാണ്. ഈ മെട്രിക്സിന് നമുക്ക് A1 എന്ന് കൊടുക്കില്ല, കൺഫ്യൂഷൻ. ഇതിൽ ഇപ്പോൾ മൈനർ എടുക്കാൻ നമ്മൾ പഠിച്ചല്ലോ. പക്ഷേ കോഫാക്ടറിൻ്റെ കാര്യത്തിൽ മൈനർ എടുക്കണം, പക്ഷേ അതിൽ സൈനിൻ്റെ ഒരു വ്യത്യാസം വരും. ഇപ്പോൾ -1 റേസ്റ്റ് ഫസ്റ്റ് എലമെൻറ്റ് A11 ആണ്, അപ്പോൾ 1 + 1. -1 ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് 2 ആണ്, അപ്പോൾ 2 + 1. തേർഡ് എലമെൻറ്റ് -1 റേസ്റ്റ് 3 + 1. അടുത്ത എലമെൻറ്റിന് -1 റേസ്റ്റ് 2 + 1, -1 റേസ്റ്റ് 2 + 2, -1 റേസ്റ്റ് 3 + 2, 2 + 3, -1 റേസ്റ്റ് 3 + 1, -1 റേസ്റ്റ് 3 + 2, -1 റേസ്റ്റ് 3 + 3. ഇത്രയാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഓരോ എലമെൻസിൻ്റെയും മൈനർ എടുക്കണം. M11, M12, M13, M21, M22, M23, M31, M32, M33. ഇങ്ങനെയാണ് കോഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. ഓരോ എലമെൻസിൻ്റെയും മൈനർ എടുക്കണം. അടുത്തത് ഇനി നമുക്ക് പറയേണ്ടത്, ഇനിയാണ് മെയിനായിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്, അഡ്ജോയിൻറ്റ്. ഇനി അതിന് മുമ്പ് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണെന്ന് നോക്കാം. കോഞ്ചുഗേറ്റ് വരുന്നത് കോംപ്ലക്സ് ടേംസ് വന്നാൽ മാത്രമാണ് നമുക്ക് ഒരു മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ A' ഇവിടെ A2, നമുക്ക് A2 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യാം. 2/2 മെട്രിക്സ് തന്നെ എടുക്കാം. സിമ്പിൾ മെട്രിക്സ് 1 - i, 2 - i അല്ലെ 2 + i 3. ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ A2ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് എലമെൻസിൻ്റെ സൈൻ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 -1 -i ആയിരുന്നു +i ആയി, 2 +i ആയിരുന്നു -i ആയി. ഇതാണ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. കോംപ്ലക്സ് ടേംസിൻ്റെ സൈൻസ് ഇൻവേഴ്സ് ചെയ്യുക, മാറ്റുക. അടുത്തത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നു. അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. എ എന്ന് പറയുന്നത് ഒരു ഗിവൺ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഫാക്ടർ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിൻറ്റ് കിട്ടും. അതാണ് അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാനുവലി ചെയ്യുമ്പോഴത്തേനുമാണ്. ഇനി അഡ്ജോയിൻറ്റ് നമുക്ക് കാൽക്കുലേറ്ററിലാണെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡ് വേറെയാണ്, അതെന്താണെന്ന് പറയാം. സോ ഇനി അഡ്ജോയിൻറ്റ് നമ്മൾ പറഞ്ഞു എ ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അഡ്ജോയിൻറ്റ് എന്താണെന്നും പറഞ്ഞു. അപ്പോൾ മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ എ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം, പിന്നെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ആണ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്ററിൽ നമുക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഡയറക്റ്റ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ മെട്രിക്സ് എ എൻ്റർ ചെയ്യുക, അതിന് ശേഷം എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ആണ് നമുക്ക് അഡ്ജോയിൻറ്റ് എ എന്ന് പറയുന്നത്. അഡ്ജോയിൻറ്റ് എ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ, അതാണ് എ ഇൻവേഴ്സ് അഡ്ജോയിൻറ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് സിംഗുലർ മെട്രിക്സ്. എന്താണ് ഒരു സിംഗുലർ മെട്രിക്സ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ, നമ്മളൊരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് 0 ആയി കഴിഞ്ഞാൽ ആ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണ്.
ഇനി എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാലാണ് ഒരു മെട്രിക്സ് നോൺ സിംഗുലർ ആകുന്നത്. ഇനി സിമ്മട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ തന്നെ കിട്ടിയാലാണ് അത് സിമ്മട്രിക് മെട്രിക്സ് ആകുന്നത്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കണം. അതായത് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലും ആ മെട്രിക്സിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എലമെൻറ്റ്സ്, ഈച്ച് എലമെൻറ്റ് എ ഐ ജെ ഇസ് ഈക്വൽ ടു എ ജെ ഐ വരും. ഇതാണ് സിമ്മട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത. അതേസമയം നമ്മൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ചെയ്തത് എന്തായിരുന്നു? എ ഐ ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു അല്ല, അത് ഇൻ്റർചേഞ്ച് ചെയ്യണം എ ജെ ഐ യു ആയിട്ട്. എ ഐ ജെ എന്ന് പറയുന്നത് എ ജെ ഐ യു ആയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ട്രാൻസ്പോസ് കിട്ടുന്നത്. ആ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും അവിടെ ചേഞ്ച് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇപ്പോൾ ഇവിടെ A21 എന്ന് പറയുന്നത് A12 ആയിട്ട് മാറും. 1 2 എന്ന് പറയുന്നത് 21 ആയിട്ട് മാറി. പക്ഷേ അത് ഇപ്പോൾ ഇവിടെ 2ഉം 4ഉം ആണ്, അതുകൊണ്ട് അത് സിമ്മട്രിക് ആകത്തില്ല. അതേസമയം ഇത് 2ഉം 2ഉം ആയിരുന്നെങ്കിൽ, അതായത് ഇവിടെയും 2 ഇവിടെയും 2, സപ്പോസ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാ എലമെൻസും അങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സിമ്മട്രിക് ആണെന്ന് പറയാം. അത് ഡയഗണൽ എലമെൻസിന് ഇപ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും ചേഞ്ച് ഉണ്ടാകത്തില്ല, സിമ്മട്രിക് എലമെൻസിലും ചേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ അതാണ് സിമ്മട്രിക് മെട്രിക്സ്. ഇനി എന്താണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ നോൺ സിമ്മട്രിക് മെട്രിക്സ്? അതിന് പറയുന്നതാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേനും -A വന്നു കഴിഞ്ഞാൽ അതാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. അടുത്തത് സ്ക്യൂ സിമ്മട്രിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രേസ്, അല്ലെങ്കിൽ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്. അതായത് ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 7 2, അതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻസിൻ്റെ സമ്മെന്ന് പറയുന്നത് 0 ആണ്. ട്രേസ് അല്ലെങ്കിൽ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ 0. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -A ആണ്. അതിൽ ട്രേസ് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ ഡയഗണൽ എലമെൻറ്റ്സ് ഓൾറെഡി 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മ് 0 ആയിരുന്നത്? അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ടല്ല, ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഇറ്റ്സെൽഫ് 0. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം തന്നെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മും ഓൾറെഡി 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഷോ ദാറ്റ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഓൾവേസ് 0. ഷോ ദാറ്റ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആർ 0. സ്ക്യൂ സിമ്മട്രിക് matrix is 0. അപ്പോൾ ഇവിടെ ഡയഗണൽ സിമ്മട്രിക് മെട്രിക്സ് ആണെങ്കിൽ AIJ എന്ന് പറയുന്നത് AJI ആണ്. ഇവിടെ AIJ എന്ന് പറയുന്നത് -AJI. ഇനി ഡയഗണൽ എലമെൻസിൻ്റെ കേസിൽ I എന്ന് പറയുന്നത് J ആയിട്ട് ഈക്വൽ ആവും. അതായത് AIJ ഈസ് ഈക്വൽ ടു -AIJ. അപ്പോൾ ഇതിപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ AIJ പ്ലസ് AIJ ഈക്വൽ ടു 0, 2AIJ ഈക്വൽ ടു 0, AIJ ഈക്വൽ ടു 0. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് ആർ 0 എന്നുള്ളത് പ്രൂവായി. ഇനി വരുന്ന ഒരു കാര്യമാണ്
ഷോ എക്സ്പ്രസ് എ മെട്രിക്സ് ആസ് സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. എക്സ്പ്രസ് എ മെട്രിക്സ് ആസ് sum of symmetric and skew symmetric matrix. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നതാണ് നമുക്കൊരു മെട്രിക്സ് തരുന്നതെങ്കിൽ അതിനെ പിയും ക്യൂവും എന്ന് പറയുന്ന സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതണം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നതിന് ½ A + A ട്രാൻസ്പോസും പ്ലസ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിന് A - A ട്രാൻസ്പോസുമായിട്ട് എടുക്കണം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ½ A + A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമ്മട്രിക് മെട്രിക്സും ½ A - A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും ആയിരിക്കും. ഇങ്ങനെ ഈ ഫോമിൽ ഒരു മെട്രിക്സ് വരുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി മെട്രിക്സസ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളൊരു പറയേണ്ട ഒരു മെട്രിക്സ് ടൈപ്പാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. 1 0 0 0 1 0 0 0 1 ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 1 വരുന്ന മെട്രിക്സ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇത് 2 ഇത് സപ്പോസ് ഇത് 2 ആയിക്കഴിഞ്ഞാൽ ഈ ഡയഗണൽ എലമെൻറ്റ്സ് 2 ആയിക്കഴിഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല. ഐഡൻറ്റിറ്റി മെട്രിക്സിൽ 1 വരണം. ഇനി വേറെ എന്തെങ്കിലും എലമെൻറ്റ്സ് ഇപ്പോൾ 1 2 3 എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള മെട്രിക്സസിനെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഒരു ഹെർമീഷ്യൻ മെട്രിക്സ്. ഹെർമീഷ്യൻ മെട്രിക്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എ കോഞ്ചുഗേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എ കോഞ്ചുഗേറ്റ് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ തന്നെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെർമീഷ്യൻ മെട്രിക്സ്. എന്താണ് എ കോഞ്ചുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഇതിനെയാണ് ഹെർമീഷ്യൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. വെയർ എ ഡാഷ് ഈസ് എ കോഞ്ചുഗേറ്റ് ഓഫ് എ ഇനി ഇവിടെ പറയേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹിയർ എ ഡാഷ് ടി ഈസ് ഈക്വൽ ടു എ ടി ദ ഹോൾ ഡാഷ്. ഇനി എ ഡാഷ് ടീനെ നമ്മൾ പറയുന്ന പേരാണ് എ ഡാഗർ. അപ്പോൾ എ ഡാഗർ ഈസ് ഈക്വൽ ടു എ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഒരു മെട്രിക്സിനെ ഹെർമീഷ്യൻ എന്ന് പറയുന്നത്. എ ഡാഷ് ടി ഈസ് ഈക്വൽ ടു എ വന്നു കഴിഞ്ഞാലാണ് എ ഡാഷ് ടി ഈസ് ഈക്വൽ ടു എ വന്നു കഴിഞ്ഞാലാണ് ഇത് ഹെർമീഷ്യൻ ആകുന്നത്. അല്ലെങ്കിൽ എ ഡാഗർ ഈസ് ഈക്വൽ ടു എ. ഇനി എന്താണ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്? എ കോഞ്ചുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ ഡാഗർ ഈസ് ഈക്വൽ ടു -A വന്നു കഴിഞ്ഞാലാണ് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആകുന്നത്. എ ഡാഗർ ഈസ് ഈക്വൽ ടു -A വന്നു കഴിഞ്ഞാൽ അത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് ആവും. അപ്പോൾ എ ഡാഗർ ഈസ് ഈക്വൽ ടു എ വന്ന ഹെർമീഷ്യൻ മെട്രിക്സും എ ഡാഗർ ഈസ് ഈക്വൽ ടു -A വന്നു കഴിഞ്ഞാൽ അത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ്. ഇനി നമുക്ക് ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിയൽ സിമ്മട്രിക് മെട്രിക്സ് ഹെർമീഷ്യൻ ആണ്. അതായത് ഒരു സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. അപ്പോൾ സിമ്മട്രിക് മെട്രിക്സിൽ റിയൽ എലമെൻറ്റ്സ് മാത്രമാണെങ്കിൽ, അതായത് കോംപ്ലക്സ് എലമെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, കോംപ്ലക്സ് എലമെൻറ്റ്സ്
കോംപ്ലക്സ് എലമെൻറ്റ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സിൽ നമ്മൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഒരു റിയൽ ആയിട്ടുള്ള മെട്രിക്സ്, നോൺ കോംപ്ലക്സ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ അത് തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊരു റിയൽ സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാനായിട്ട് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 3 1 2 3 4 5 6 6 ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 2 3 ഇവിടെ എഴുതാം. 1 2 3 അടുത്തത് 2 4 6 2 4 6 2 4 6 അടുത്തത് ഈ 2 4 6 ഈ 2 4 6 ഇങ്ങനെ 1 2 3 നമ്മൾ ഇവിടെ എഴുതി. ഈ 1 2 3 ഇവിടെ എഴുതും. 2 3 2 4 6 ഇവിടെ എഴുതി. 2 4 6 ഇങ്ങനെ എഴുതും 6. ഇനി 3 6 5 നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ 3 6 5 ഇവിടുത്തെ 3 6 5 ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആയി. ഇനി ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്താലും എ ട്രാൻസ്പോസ് ദ ഹോൾ കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ എ കോഞ്ചുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് എടുത്താലും നമുക്ക് 1 2 3 2 3 4 6 6 5 ഇത് തന്നെ കിട്ടും. ഇതെല്ലാം സെയിം തന്നെയാണ്. എ ഈസിക്വൽ ടു എ കോഞ്ചുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസിക്വൽ ടു എ ട്രാൻസ്പോസ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഇവിടെ പോസിബിൾ ആയത്? ഇവിടെ കോംപ്ലക്സ് എലമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ റിയൽ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ സിമ്മട്രിക് വിച്ച് ഈസ് വേർ എ ഈസിക്വൽ ടു എ ട്രാൻസ്പോസ് ആൻഡ് ദെയർ ഇസ് നോ കോംപ്ലക്സ് എലമെൻറ്റ് പ്രസൻറ്റ്. എ റിയൽ സിമ്മട്രിക് മെട്രിക്സ് ഈസ് ഹെർമീഷ്യൻ. റിയൽ സിമ്മട്രിക് മെട്രിക്സ് ഈസ് ഹെർമീഷ്യൻ. ഇനി ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ഹെർമീഷ്യൻ മെട്രിക്സ് ആർ ആൾവേസ് സീറോ, ആർ ഓൾവേസ് റിയൽ, നോട്ട് സീറോ. ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ഹെർമീഷ്യൻ മെട്രിക്സ് ആർ റിയൽ. ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും റിയൽ ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സിൽ കോംപ്ലക്സ് ടേംസ് വരാനായിട്ട് പാടില്ല. ഇനി ട്രേസ്, ഡിറ്റർമിനൻറ്റ്, എയ്ഗൺ വാല്യൂസ് ഇതെല്ലാം റിയൽ ആയിരിക്കും. ട്രേസ്, ഡിറ്റർമിനൻറ്റ്, എയ്ഗൺ വാല്യൂസ് ആർ ആൾ റിയൽ വാല്യൂസ്. ഇനി പ്രൂവ് റിയൽ സിമെട്രിക് മെട്രിക്സസ് ആർ ഹെർമീഷ്യൻ. ഈ ഫസ്റ്റ് പോയിൻ്റാണ് നമ്മൾ പറയുന്നത്. പ്രൂവ് റിയൽ സിമെട്രിക് മെട്രിസസ് ആർ ഹെർമീഷ്യൻ. ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ റിയൽ സിമെട്രിക്, നമ്മൾ ഈ പറഞ്ഞ കേസ് തന്നെയാണ്. റിയൽ സിമെട്രിക് മെട്രിക്സ് ഹെർമീഷ്യൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ഐ ജെ എന്ന് പറയുന്നത് എ ജെ ഐ ആണ്. അത് റിയലിൻ്റെ അവിടെ റിയലും കോംപ്ലക്സും എലമെൻറ്റ്സ് വരാം. ഫോർ റിയൽ സിമെട്രിക് മെട്രിക്സ് സിമെട്രിക് മെട്രിക്സിന് റിയലോ നോട്ട് റിയലോ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ റിയൽ സിമെട്രിക് മെട്രിക്സ് ആകുമ്പോൾ എ ഐ ജെ ഇസിക്വൽ ടു എ ജെ ഐ. ഫോർ സിമെട്രിക് മെട്രിക്സ് എ ഐ ജെ ഇസിക്വൽ ടു എ ജെ ഐ. അപ്പം അല്ല ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എ ട്രാൻസ്പോസ് ഈസിക്വൽ ടു എ ട്രാൻസ്പോസ് ഈസിക്വൽ ടു എ സിമെട്രിക് മെട്രിക്സിന്. ഇനി ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ടേക്ക് കോഞ്ചുഗേറ്റ്
എ ട്രാൻസ്പോസ് ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു എ കോഞ്ചുഗേറ്റ്. ഇത് റിയൽ സിമ്മട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാലും എഫക്റ്റ് ഒന്നുമില്ല. അതായത് ഇവിടെ എ കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു എ തന്നെ വരും. അതായത് എ ട്രാൻസ്പോസ് ദ കോഞ്ചുഗേറ്റ് എ ട്രാൻസ്പോസ് തന്നെ വരും. സോ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു ഓർ എ ട്രാൻസ്പോസ് ദ ഹോൾ കോഞ്ചുഗേറ്റ് എ കോഞ്ചുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ തന്നെ വരും. അതായത് ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ എ കോഞ്ചുഗേറ്റ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഇതാണ് നമ്മുടെ ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. എ ഡാഗർ അല്ലെങ്കിൽ എ ഡാഗർ ഈസ് ഈക്വൽ ടു എ. എ ഡാഗർ ഈസ് ഈക്വൽ ടു മൈനസ് എ വന്നു കഴിഞ്ഞാൽ അത് സ്ക്യൂ ഹെർമീഷൻ ആവും. ഇനി സ്ക്യൂ ഹെർമീഷൻ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഫോർ സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് എ ഇട്ടിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ വരും. എ ഡാഗർ ഈസ് ഈക്വൽ ടു മൈനസ് എ എന്ന് വരും. അടുത്തതെന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ്. എന്താണ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ വന്നു കഴിഞ്ഞാലാണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നു കഴിഞ്ഞാലാണ് ആ മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻവേഴ്സും ട്രാൻസ്പോസും ഈക്വലാണ്. ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ്. ഇവിടെ ബോത്ത് ആർ ഓർത്തോഗണൽ. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സിൽ എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. പ്രോപ്പർട്ടീസ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സിൽ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ്. അപ്പോൾ അവിടെ ബോത്ത് ആർ ഓർത്തോഗണൽ. ഒരു ഓർത്തോഗണൽ മെട്രിക്സിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അഡ്ജോയിൻറ്റ് ബൈ ഡിറ്റർമിനൻ്റ് എടുക്കുന്നതാണ്. അതും ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കും. അടുത്തത് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് for an orthogonal matrix, the value of determinant is equal to plus or minus 1. The value of determinant is always plus or minus. In product of two orthogonal matrix itself is orthogonal. Product of orthogonal matrix is orthogonal. ഇത്രയാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് പറയുന്നത് ഷോ ദാറ്റ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഷോ ദാറ്റ് ഇൻവേഴ്സ് ഈക്വൽസ് ട്രാൻസ്പോസ് for orthogonal matrix. ഇനി ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫോർ ഓർത്തോഗണൽ മെട്രിക്സ് A into A transpose is equal to I. A into A transpose is equal to I. ഇതാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കണം. ടേക്ക് ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് ഓഫ് A into A transpose is equal to ഡിറ്റർമിനൻ്റ് ഓഫ് I. അപ്പോൾ ഇത് ഈ ഡിറ്റർമിനൻ്റ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെയും എ ട്രാൻസ്പോസിൻ്റെയും ഡിറ്റർമിനൻറ്റ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും 1. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് +or-1. ഇങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് എ +or-1 ആണെന്ന് കാണിക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഓൾസോ ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് +or-1. ഇനി ഷോ ദാറ്റ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ്. ഷോ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഫോർ ഓർത്തോഗണൽ മെട്രിക്സ് വി ഹാവ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ. വി ഹാവ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ multiply by A inverse. A inverse into A transpose is equal to A inverse into I. അതായത് A into A transpose equal to I എന്നാണ് നമ്മുടെ കണ്ടീഷൻ. അതിനെ A inverse കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വരുമ്പോൾ A into A inverse എന്ന് പറയുന്നത് I ആണ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. A into A inverse എന്ന് പറയുന്നത് I into A transpose is equal to ഐനെ ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ആ മെട്രിക്സ് തന്നെ വരും, അതായത് A ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് A ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A ട്രാൻസ്പോസ് തന്നെ, A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇതാണ് ഷോ ദാറ്റ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസും ഷോ ദാറ്റ് ദ ഡിറ്റർമിനൻറ്റ് ഈസ് +or-1 ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു നോർമൽ മെട്രിക്സ് എന്ന് നോക്കാം. നോർമൽ മെട്രിക്സ് A ഇൻറ്റു എ ഡാഗർ, അതായത് A കോഞ്ചുഗേറ്റ് ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ഡാഗർ ഇൻറ്റു A. A ഇൻറ്റു എ ഡാഗർ ഈസ് ഈക്വൽ ടു A ഡാഗർ ഇൻറ്റു A വന്നു കഴിഞ്ഞാലാണ് നമുക്കത് നോർമൽ മെട്രിക്സ് ആകുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആൻഡ് unitary matrices are special case of normal matrices. അപ്പോൾ എപ്പോഴാണ് ഒരു മെട്രിക്സ് നോർമൽ മെട്രിക്സ് ആകുന്നത്? A ഇൻറ്റു എ ഡാഗർ ഈസ് ഈക്വൽ ടു എ ഡാഗർ ഇൻറ്റു എ. ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് A, A ഡാഗർ ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ A, A ഡാഗർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നോർമൽ മെട്രിക്സ്. ഇനി എന്താണ് ഒരു യൂണിറ്ററി മെട്രിക്സ്? A ഡാഗർ ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരു യൂണിറ്ററി മെട്രിക്സ് ആണ്. ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? A ഡാഗർ ഇൻറ്റു ഈ ഇൻവേഴ്സിന് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് A ആവും. A ഇൻറ്റു എ ഡാഗർ ഇൻറ്റു A ഈസ് ഈക്വൽ ടു I വന്നു കഴിഞ്ഞാൽ അതൊരു യൂണിറ്ററി മെട്രിക്സ് ആണ്. ഇനി എന്താണ് ഐഡംപൊട്ടൻ്റ് മെട്രിക്സ്? ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് A സ്ക്വയർ ഈസ് ഈക്വൽ ടു A. ഒരു മെട്രിക്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ആ മെട്രിക്സ് തന്നെ വന്നാലാണ് അത് ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആകുന്നത്. ഇനി എന്താണ് നീൽപൊട്ടൻ്റ് മെട്രിക്സ്? നീൽപൊട്ടൻ്റ് മെട്രിക്സ് ഒരു മെട്രിക്സിൻ്റെ nth സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 0 വന്നു കഴിഞ്ഞാൽ, 0 മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അത് നീൽപൊട്ടൻ്റ് മെട്രിക്സ് ആണ്. എല്ലാ എലമെൻസും 0 വരുന്നതാണ് നീൽപൊട്ടൻ്റ് മെട്രിക്സ്. ഇനി എന്താണ് ഇൻവോളണ്ടറി മെട്രിക്സ്? A സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നു കഴിഞ്ഞാലാണ് ഇൻവോളണ്ടറി മെട്രിക്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക്
ജനറലായിട്ട് മെട്രിക്സസിനെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് എന്താണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു, ഒരു മെട്രിക്സിൻ്റെ ചെറിയ ഡെഫിനിഷൻ പറഞ്ഞു. അത് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ റെക്ടാങ്കുലർ ഫോം അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് അറേസ് ആണ്. അറേഞ്ച്മെൻറ്റ് ഇൻ എ റോ ആൻഡ് കോളം മാനർ ഈസ് കാൾഡ് എ മെട്രിക്സ്. 3x3 മെട്രിക്സ് ഉണ്ട്, 4x4 മെട്രിക്സ് ഉണ്ട്. എൻ അല്ലെങ്കിൽ എൻ ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് ഈ നമ്പർ ഓഫ് കോളംസും റോസും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് സ്ക്വയർ മെട്രിക്സ് ആവും. അപ്പോൾ ഇനി പിന്നെ ഡിറ്റർമിനൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ട്രാൻസ്പോസിനെ കുറിച്ച് പറഞ്ഞു, മൈനർ, കോഫാക്ടർ. കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ആദ്യം കോഫാക്ടർ എടുത്തിട്ട്, കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ടൈംസിൻ്റെ ഇൻവേഴ്സ് വരുന്നതാണ്. അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യം കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. സിംഗുലർ മെട്രിക്സ് വരുന്നത് എപ്പോഴാണ്? ഡിറ്റർമിനൻറ്റ് 0 ആകുമ്പോൾ. നോൺ സിംഗുലർ വരുന്നത് ഡിറ്റർമിനൻറ്റ് നോൺ 0 ആകുമ്പോൾ. സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഇനി സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എപ്പോഴാണ് വരുന്നത്? എ കോഞ്ചുഗേറ്റ് ദ ഹോൾ. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് വരുന്നത് എപ്പോഴാണ്? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -a വന്നു കഴിഞ്ഞാലാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് വരുന്നത്. ഇനി സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെ കേസിൽ ട്രേസ് എപ്പോഴും 0 ആണ്, ഡയഗണൽ എലമെൻറ്റ്സും 0 ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണെന്നുള്ളത്. aij ഈക്വൽ ടു -ji എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേനും 2a എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ aij എന്ന് പറയുന്നത് 0 വരും. ഇനി സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആക്കി എഴുതാനായിട്ട് പറ്റും ഒരു മെട്രിക്സിനെ. എക്സ്പ്രസ് ആസ് സം ഓഫ് സ്ക്യൂ ആൻഡ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്. പിന്നെ ഹെർമീഷ്യൻ മെട്രിക്സ് പറഞ്ഞു, സ്ക്യൂ ഹെർമീഷ്യൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിൻ്റെ 2 പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫും പറഞ്ഞു. പിന്നെ നോർമൽ മെട്രിക്സ്, യൂണിറ്ററി മെട്രിക്സ്, ഐഡൻപൊട്ടൻറ്റ്, നീൽപൊട്ടൻറ്റ്, ഇൻവോളണ്ടറി മെട്രിക്സ്. ഇത്രയാണ് നമുക്ക് ജനറലായിട്ട് മെട്രിക്സസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.